ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജനുവരി 12 ഇന്ന്. 2026 എൻ്റെ ആദ്യത്തെ വീഡിയോ കൂടിയാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു 2025 ഡിസംബർ 15. വേറെ ഒന്നുമല്ല, നമ്മൾ യൂട്യൂബ് തുടങ്ങി 3 വർഷം കംപ്ലീറ്റ് ആയിട്ടും ഞാൻ ഇതുവരെ നമ്മുടെ യൂട്യൂബിൽ ലൈവിൽ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ 2025 ഡിസംബർ 15 ആദ്യമായിട്ട് ഞാൻ നമ്മുടെ യൂട്യൂബിൽ ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫസ്റ്റ് എൻ്റെ വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മുടെ യൂട്യൂബിൽ ഫസ്റ്റ് വന്ന സമയത്തുണ്ടായിരുന്ന അതേ അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷേ എങ്കിലും തോറ്റു കൊടുക്കാൻ എൻ്റെ മനസ്സ് തയ്യാറല്ലായിരുന്നു. കാരണം എൻ്റെ കൂട്ടുകാർക്ക് അറിയില്ല ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുന്നുള്ള കാര്യം പോലും അവർക്ക് അറിയത്തില്ല. പക്ഷെ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ലൈവ് ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ആദ്യകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറയത്തില്ലേ, ഏതൊരു കാര്യത്തിനും നമ്മുടെ ലൈഫിൽ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടാവും, നമുക്കത് ചെയ്യണോ വേണ്ടയോ. നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് അങ്ങനെ വിശേഷിപ്പിക്കാനാണ് 2025 ഡിസംബർ 15 ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്തായാലും 2025 ഡിസംബർ 15 ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ 2 ദിവസങ്ങളിൽ ആരും തന്നെ എൻ്റെ ലൈവിന് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ എങ്കിലും എനിക്കത് നിർത്താൻ എൻ്റെ മനസ്സ് ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യ ദിവസങ്ങളിൽ ഒരൊറ്റ തവണയെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള ദിവസങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സ് വരാൻ തുടങ്ങി. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പേഴ്സണലുള്ള കാര്യങ്ങൾ, എൻ്റെ പ്രൊഫഷൻ, ഞാനിപ്പോൾ എവിടെ ജോലി ചെയ്യുന്നു, എൻ്റെ സാഹചര്യങ്ങൾ, പിന്നെ ഇസ്രായേലിലുള്ള കുറേ കാര്യങ്ങൾ, ഞാൻ നേരിട്ടതും എനിക്കറിയാവുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും യൂട്യൂബിലെ ലൈവ് സ്ട്രീമിലൂടെ ഞാൻ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇന്നലെ വരെ കൃത്യമായിട്ട് ലൈവ് ചെയ്തു നമ്മുടെ ചാനലിൽ. അതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ സുഹൃത്തുക്കളോട്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഏകാന്തതയെ ഒരു പരിധിവരെ എനിക്ക് അതിജീവിക്കാൻ സാധിച്ചത്, എൻ്റെ ഒറ്റപ്പെടലിനെ ഒരു പരിധിവരെ എനിക്ക് നേരിടാൻ സാധിച്ചത്, എന്താ പറയുക, 24 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ 24 മിനിറ്റ് പോലെ എന്നിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങിയത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ വളരെയേറെ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ എനിക്ക് ദേഷ്യം. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഏകാന്തത തന്നെയാണ്. കാരണം പുതിയ ഭാഷ, പുതിയ രീതി, പുതിയ സംസ്കാരം, അതിനേക്കാളൊക്കെ ഉപരി ഒരു വീടിനുള്ളിൽ ഞാനും എൻ്റെ അമ്മമ്മയും മാത്രമായിട്ട് ഇരിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ആകെ അറിയാവുന്ന ഭാഷ ഹീബ്രു ആണ്. ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയില്ല, വേറെ ഒരു ഭാഷയും അമ്മമ്മയ്ക്ക് അറിയില്ല. എനിക്ക് ആകെ കൈമുതലായിട്ടുള്ളത് മലയാളവും ഇംഗ്ലീഷും, പിന്നെ എൻ്റെ അമ്മാമ്മ പഠിപ്പിച്ച് തന്ന കുറച്ച് അത്യാവശ്യമുള്ള ഹീബ്രു കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ. പിന്നെ നമ്മൾ എത്രയൊക്കെയെന്ന് പറഞ്ഞാലും നമ്മൾ 24 മണിക്കൂറും ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് വെട്ടുപിടിക്കും. മനസ്സിലായോ? എന്തായാലും ആ വഡിൻ്റെ മൂർധന്യ അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, എത്ര നാൾ നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും? അങ്ങനെ എൻ്റെ ഏകാന്തതയ്ക്ക് ഞാൻ വിരാമം ഇട്ടിട്ടാണ് 2025 ഡിസംബർ 15 ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒറ്റപ്പെട്ട ആ ഒരു ജീവിതത്തിന് ഇങ്ങനെയും ഒരു സന്തോഷകരമായ നിമിഷം സമ്മാനിച്ച എൻ്റെ സുഹൃത്തുക്കളോട് വിലമറിക്കാനാവാത്ത ഒരുപാട് നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പേര് ലൈവിന് വന്ന്, മലയാളികളായിക്കോട്ടെ, തമിഴ് പറയുന്നവരായിക്കോട്ടെ, ഹിന്ദിക്കാരായിക്കോട്ടെ, പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ അവർ കാണിക്കുന്ന ആ മനസ്സിൻ്റെ നന്മയും ഞാൻ വളരെയേറെ നന്ദിയോടെ ഓർക്കുന്നു കേട്ടോ. എന്തായാലും 2026 തുടങ്ങി 2026 ഇന്ന് ജനുവരി 12. ഇന്നത്തെ ദിവസത്തിനും എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ രാത്രിയാണ് എനിക്ക് മെസ്സേജ് വന്നത്, സക്സസ്ഫുള്ളി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി 3 വർഷം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം അതെന്താണെന്നോ ഏതാണെന്നോ അതിൻ്റെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നും അറിയാതെ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസ് കണ്ട് അത് ബുക്കിൽ എഴുതിയെടുത്ത് തുടങ്ങിയതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. പക്ഷേ ഈ യൂട്യൂബ് ചാനൽ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്നും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ തരുന്ന സപ്പോർട്ടും, നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ സാഹചര്യത്തെയും ഞങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങളെ ഉൾക്കൊള്ളാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഉറപ്പിച്ചെടുത്തൊരു തീരുമാനമാണ്. തീർച്ചയായിട്ടും നാളെ ഒരു കുഞ്ഞു വീഡിയോ എങ്കിലും നമ്മുടെ ചാനലിൽ എനിക്ക് ഇടണം എന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു.
എന്തായാലും വളരെ സന്തോഷകരമായിട്ട് പോകുന്നു എൻ്റെ ഇസ്രായേൽ ജീവിതത്തിൽ വീഴ്ച താഴ്ചകൾ വന്നപ്പോഴും തളർന്നു പോയപ്പോഴും ഒറ്റപ്പെട്ടു പോയപ്പോഴും ഒക്കെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളെ ചേർത്ത് പിടിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യം വിട്ടത് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ്. ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു വ്യൂ എങ്കിലും കിട്ടുമെന്ന് പോലും എനിക്കൊരു പ്രതീക്ഷയില്ലാതെ ഞാൻ ചെയ്ത കാര്യമാണ്. പക്ഷേ അതിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തു. അതാണ് എൻ്റെ യൂട്യൂബിൽ ഇതുവരെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന, നല്ല വ്യൂസ് എനിക്ക് തന്ന, നല്ല കൂട്ടുകാരി എനിക്ക് സമ്മാനിച്ച എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. സത്യം പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ഈ മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മളറിയാം, നമ്മളെ മനസ്സിലാക്കാം, നമ്മളെ ചേർത്ത് പിടിക്കും എന്ന് വിചാരിക്കുന്ന പലരും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഒരുപാട് ദൂരം നിന്ന്, ഒരുപാട് അകലങ്ങളിൽ നിന്ന്, ആരോരുമല്ലാത്ത പലരും നമ്മളെ ചേർത്ത് പിടിക്കാനുണ്ടാകുമ്പം, നമ്മളെ കേൾക്കാനുണ്ടാകുമ്പം, നമ്മളെ മനസ്സിലാക്കാനുണ്ടാകുമ്പം, പോട്ടെ ചേച്ചി സാരമില്ല ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാകുമ്പം അതിൽ കിട്ടുന്ന വലിയ സന്തോഷമൊന്നും ജീവിതത്തിൽ വേറെ ഒന്നിനും പകരം വെക്കാനായിട്ട് പറ്റില്ല. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി, അതിലേറെ വളരെയേറെ അഭിമാനത്തോടു കൂടി ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.